ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു കാർഡ്ബോർഡ് കൊണ്ട് നല്ല ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കുന്ന വീഡിയോ ആണിത്. അതെല്ലാവർക്കും ഡൈനിങ് ടേബിളിലേക്ക് ഉപകാരമായിട്ടുള്ള ഒരു സാധനമാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു വാൾ പേപ്പറും വേണം, കാർഡ്ബോർഡിൻ്റെ പീസ് വേണം, പിന്നെ അതുപോലെ ഗ്ലൂ സ്റ്റിക്ക് വേണം, പിന്നെ ഒരു റോപ്പ്, അതിന്മേ ചുറ്റാനായിട്ട് ഒരു റോപ്പ് വേണം. പ്ലാസ്റ്റിക്കിൻ്റെ റോപ്പ് അല്ലെങ്കിൽ എന്തായാലും വേണ്ടില്ല, ചരടായാലും വേണ്ടില്ല, നല്ല ഭംഗിയുള്ള ഒരു റോപ്പ് എടുക്കുക. പിന്നെ അതിൻ്റെ അരിക് ഒട്ടിക്കാനായിട്ട് ഒരു മാസ്കിംഗ് ടേപ്പിൻ്റെ ആവശ്യമുണ്ട്. വീതി കുറഞ്ഞ മാസ്കിംഗ് ടേപ്പായാൽ നല്ലത്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ പോവാം. ഇതുപോലെ ഏതെങ്കിലും ഒരു റൗണ്ട് ഷേപ്പിലോ സ്ക്വയർ ഷേപ്പിലോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ വെട്ടാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ആകൃതിയിൽ തന്നെ വെട്ടിയിട്ടുള്ള ഒരു വാൾ പേപ്പർ ഒട്ടിക്കാം. വാൾ പേപ്പർ ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ ആ അരികത്ത് നമുക്ക് മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചെടുക്കണം. വീതി കുറഞ്ഞതാണെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം നമുക്കത് പിന്നീട് അത് മുറിക്കേണ്ട ആവശ്യം വരില്ല ബാക്കിയുള്ള. അപ്പോൾ ഇത് വീതി കൂടിയ കാരണം രണ്ട് വശത്ത് മുറിച്ച് ഒട്ടിക്കേണ്ട ഇത് വന്നു. ഇതുപോലെ വെട്ടിച്ചെടുക്കണം. അപ്പുറത്തെ വശത്ത് അധികമായി പോയി, അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെട്ടി കളയണം. അതുകൊണ്ട് കളയാണ്. ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് റോപ്പ് എടുത്തിട്ട് ഈ അറ്റത്തും തൊട്ട് ഈ സെൻറ്റർ വരെ, അല്ലെങ്കിൽ സെൻറ്ററിൽ നിന്ന് അറ്റം വരെ ആണെച്ചെങ്കിൽ അത് നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് അറ്റത്തുനിന്ന് തുടങ്ങിയിട്ട് സെൻറ്റർ വരെ ഒട്ടിച്ചെടുക്കുക. ഫെവിക്കോളോ അല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂവോ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഗ്ലൂ സ്റ്റിക്കായ പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ചെടുത്ത് സെൻറ്റർ വരെ ചുറ്റി എടുത്ത് ഇതുപോലെ ഉറപ്പിക്കണം. എന്നിട്ട് അതിന്മേൽ ഒരു എന്തായാലും ഹോൾഡറിൻ്റെ ആവശ്യമുണ്ട് അതിൻ്റെ നടുക്ക്. അപ്പോൾ അതുകൊണ്ട് ഈ അടപ്പും ഇതുകൊണ്ട് റോപ്പ് കൊണ്ടൊന്ന് ചുറ്റി വരിഞ്ഞെടുക്കണം. അപ്പുറത്തെ സൈഡ് കാർഡ്ബോർഡിൻ്റെ ഒരു പീസ് വെച്ചിട്ട് അടയ്ക്കണം. എന്നിട്ട് അത് ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കണം. ഭംഗി കൂട്ടാനായിട്ട് റോപ്പിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് നമുക്ക് ബോൻ്റെ ആകൃതിയിൽ ഒട്ടിച്ചെടുക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ഒട്ടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഓരോരുത്തരുടെ ഭാവനയ്ക്കനുസരിച്ചിട്ട് ഏതെങ്കിലും ആകൃതിയിൽ ഒട്ടിച്ചെടുക്കുക. ഞാനിവിടെ ബോൻ്റെ ആകൃതിയിലാണ് ഒട്ടിച്ചെടുത്തത്. ഈ അറ്റാണെങ്കിൽ ഇത്തിരി ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് പിരിച്ച് എടുക്കുക. അപ്പോൾ കാണാൻ വൃത്തിയാവും. പരന്നിരിക്കുന്നേക്കാൾ നല്ലത് ഇതാക്കും. എന്നിട്ട് രണ്ടറ്റവും ഒട്ടിക്കുക. ഇതുപോലെ ഞാൻ ഒരു ബ്ലൂ കളറിൽ ഇട്ടാക്കിയിട്ടുണ്ട്. ചെറുതും വലുതും ഉണ്ടാക്കിയിട്ടുണ്ട്. ഡൈനിങ് ടേബിളിൽ പാത്രങ്ങൾ അടച്ചു വയ്ക്കാനൊക്കെ നല്ലതാണ്. നല്ല ഭംഗിയാണ് കാണാൻ. എല്ലാവരും പരിശ്രമിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം.